ഇപ്പൊ ഒരുപാട് പിള്ളേര് അല്ലെങ്കിൽ വയസ്സുള്ള ആൾക്കാരായാലും ഗിവയുടെ പിന്നാലെ അതിനെ കുറിച്ച് അവരോട് ഒരു അഭിപ്രായം എന്താണ്? ഗിവ് അവേ എന്ന് പറയുന്നത് ഇന്നൊരു അഡിക്ഷനായി മാറുന്നുണ്ട്. ആക്ച്വലി ഇത് പ്രായം കുറഞ്ഞ ആളുകളിലാണ് കൂടുതലും, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളിലാണത്. എന്താണ് ഇതിന്റെ ഒരു ഭവിഷ്യത്ത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല, ഗിവ് അവേ ചെയ്യാനേ പാടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കാൻ പഠിക്കണം എന്നാണ് സന്തോഷ് ജോർജ് കൊളകര നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആഗ്രഹിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ആക്ച്വലി നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ എപ്പോഴും വേണ്ട കാര്യമാണ്. അതിനെ തല്ലിക്കെടുത്തുന്ന ഒരു രീതിയാണ് ഗിവ് അവേ കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഇതിൽ മറ്റൊരു വശം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ ന്യൂറോ പാത്വേ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സയന്റിഫിക് ശാഖയിൽ വരുന്ന പഠന ശാഖയിൽ വരുന്നതാണ്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ നമ്മളെ ഒരു പുല്ല് വിരിച്ച സ്ഥലമാണ് വിചാരിക്കുക, പുല്ല് വളരുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ സ്ഥിരമായി നടക്കുമ്പോൾ അവിടെ വഴി ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ആ നടത്തം നമ്മൾ നിർത്തുന്ന സമയത്ത് ആ വഴി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് നമ്മൾ. അപ്പൊ ആക്ച്വലി ഈ ഗിവ് അവേ ഒരു അഡിക്ഷൻ ആയിട്ട് മാറുമ്പോൾ, ഫോൺ അഡിക്ഷൻ പോലെ അല്ലെങ്കിൽ മറ്റ് എല്ലാ അഡിക്ഷനും പോലെ ഈ ഒരു സാധനം നമ്മുടെ ബ്രെയിനിൽ ന്യൂറോ പാത്വേ ആയിട്ട് ക്രിയേറ്റ് ആവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിപത്തിലേക്ക് ഈ പിള്ളേരൊക്കെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ, അത് നമ്മളെ ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ബുദ്ധിമുട്ടാവുന്ന രൂപത്തിലേക്ക് അതിനെ എത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കോൺട്രവേഴ്ഷ്യൽ ആണ്, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ അതെ, ഫാക്ട് ഇതാണ്. ഫാക്ട് ഇതാണ്.